എല്ലാവർക്കും എൻ്റെ വീഡിയോയിലിട്ട് നമസ്കാരം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ ഒരു ഓഗസ്റ്റ് 2 എൻ്റെ S5 5 വിഷയത്തിൻ്റെ 2 മൊഡ്യൂൾ വെച്ച് തീരും. അപ്പോൾ അത് തീർന്നിട്ട് അതിൻ്റെ റിവൈസൊക്കെ ചെയ്തിട്ട് ഫസ്റ്റ് സീരീസിൽ എനിക്ക് എല്ലാത്തിനും 35+ മേടിക്കണമെന്നാണ് ആഗ്രഹം 40-ന്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ കുറച്ച് വൈകിയത്. അപ്പം ഇപ്പോൾ അറിയുന്ന ന്യൂസ് എന്ന് വെച്ചാൽ ഭയങ്കര പ്രൊട്ടസ്റ്റൊക്കെ ഡൽഹിയിൽ നടക്കുകയാണ് ഈ നീറ്റിൻ്റെ ചോദ്യപേപ്പറിൻ്റെ ഇതും അതുമായിട്ട്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കാരണം CJP കോക്രോച്ച് ജനതാ പാർട്ടി, മെയിൻലി യൂത്തിൻ്റെ പാർട്ടിയാണ്. അവരൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യും ഡൽഹിയിൽ. അപ്പോൾ വലിയ വലിയ പ്രൊട്ടസ്റ്റുകളാണ് നടക്കുന്നത്. അപ്പം ബേസിക്കലി ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആ പ്രൊട്ടസ്റ്റിന് കൂടെയാണ് നിൽക്കുന്നത്. CJP എന്ന് പറയുന്ന പാർട്ടിയുടെ കൂടെയാണ് നിൽക്കുന്നത്. കാരണം ഇപ്പം നിങ്ങളെല്ലാവരും പറയുന്ന നീറ്റ് എക്സാം എന്നിപ്പം ഞാൻ നീറ്റല്ല, ഞാൻ BTech പഠിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ കുറേ പേര് വിചാരിക്കും നമ്മളുമായിട്ട് റിലേറ്റബിൾ അല്ലല്ലോ. സത്യം പറഞ്ഞാൽ ഈ നീറ്റ് എന്ന് പറയുന്ന എക്സാം മാത്രമല്ല പോകുന്നത്, ലീക്കാവുന്നത്. നിങ്ങൾ അറിഞ്ഞൂടാത്ത ഒരുപാട് എക്സാമുകൾ ലീക്ക് ആയതുകൊണ്ട് ക്യാൻസൽ ആക്കുന്നതുകൊണ്ട്. ഉദാഹരണം പറയാൻ നെറ്റ് എന്ന് പറയുന്നൊരു എക്സാമുണ്ട്. നെറ്റ് അത് കൂടെ ക്യാൻസലാക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷവും അത് ക്യാൻസലാക്കി പിന്നെ മാറ്റി വെച്ച്. അപ്പം നെറ്റ് എന്ന് പറയുന്ന എക്സാമിൻ്റെ ഇതറിയാം. അത് നീറ്റ് പഠിക്കുന്നവർ മാത്രമല്ല, നമ്മൾ ഒരു ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് എഴുതുന്നൊരു എക്സാമാണ് നെറ്റ് എന്ന് പറയും. അത് ക്യാൻസലാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എക്സാം ഇപ്പം നമ്മൾ അറിയുന്നത് ഈ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ചിലപ്പോൾ ഈ UPSC, ഇപ്പം IES ഉണ്ട്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്, പിന്നെ സിവിൽ സർവീസ്. ആ എക്സാമുകളൊക്കെ ലീക്കാവുന്നുണ്ടാവാം. നമ്മൾ അറിയുന്നില്ല. പിടിക്കപ്പെടുന്ന 2-3 കേസുകളെ നമുക്ക് അറിയുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ ആലോചിക്കണം, 2024 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായതാണ്. ഒരുപാട് പ്രൊട്ടസ്റ്റ് ഉണ്ടായതാണ്. എന്നിട്ട് 2025 എക്സാം നല്ല പോലെ നടന്നെന്ന് പറയുന്നു. ദൈവത്തിനറിയാം. 2027 ലീക്കായി ഇത്രയും വലിയ പ്രൊട്ടസ്റ്റ് നടന്നിട്ട് ഇനി ചെയ്യൂലെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് 2026 എക്സാം ലീക്കായി. പക്ഷേ 2026 അത്രയും ആൾക്കാർ എഴുതിയിട്ട് ആ എക്സാം ക്യാൻസൽ ചെയ്തു. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ആ എക്സാം ഇപ്പം കോപ്പി അടിച്ച ഒരു 5 പേര് കാണാം. എക്സാം പേപ്പർ ലീക്കാക്കി മാർക്ക് മേടിച്ച 5-6 പേര് കാണാം. പക്ഷെ അതിൽ പെടാത്ത ലക്ഷക്കണക്കിന് പേരുണ്ട്. പഠിച്ച് കഷ്ടപ്പെട്ട് എഴുതി ഇതിൽ മാർക്ക് മേടിച്ച എത്രയോ പേരുണ്ട്. എന്നിട്ട് ആ എക്സാം ക്യാൻസൽ ചെയ്ത് പിന്നെ റീനീറ്റ് വെച്ചിട്ട് മാർക്ക് കുറഞ്ഞ കുട്ടികളുണ്ട്. അവരെ തെറ്റാണ്? അല്ല, അവർ തെറ്റ് പോലും അല്ല. പക്ഷേ ആ മാർക്ക് കുറഞ്ഞതിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കും? ആരും ഏറ്റെടുക്കൂല. ഇപ്പം പിന്നെ ഞാൻ ഒരു ന്യൂസ് കേട്ട്, ഞാൻ പാർട്ടിയൊന്നുമില്ല എന്നാലും പറയണം, ഒരു ന്യൂസിൽ BJP സംഘടനയാണല്ലോ അനുകൂലിക്കുന്നത് ഇതിനെതിരെ, അല്ലെ ഇതിനെ അനുകൂലിക്കുന്നവരല്ലേ, അതിൽ പറയാം നീറ്റ് ഫസ്റ്റ് ട്രൈയിൽ സെക്കൻഡ് ട്രൈ നടത്തിയപ്പോൾ ഫസ്റ്റ് ട്രെയിനെ കാട്ടി മാർക്ക് മേടിച്ചെന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികളുണ്ടെന്ന്. അത് ഏത് കുട്ടികൾ? ഈവൻ ഓൾ ഇന്ത്യ റാങ്ക് മേടിച്ചവർ പറയുന്ന കാര്യമുണ്ട്. ഫസ്റ്റ് ട്രൈ ആയിരുന്നു സെക്കൻഡ് ട്രെയിനെയും കാട്ടി എളുപ്പമെന്ന്. സെക്കൻഡ് ട്രൈ പാടെന്ന് പറയുന്നവരുണ്ട്. ബട്ട് ഇതിനിപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഗേറ്റ് എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്. ആ ഗേറ്റ് എക്സാമിൽ റാങ്ക് മേടിച്ച ഒരുപാട് പേരുടെ ഡീറ്റെയിൽസ് ഇന്നേ വരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് പറയാം, ഓൾ ഇന്ത്യ റാങ്ക് 3, 5, 15 അങ്ങനെ കുറച്ച് റാങ്ക് ഉള്ളവരെ ഡീറ്റെയിൽസ് ഇതുവരെ പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് എക്സാമുകളിൽ ഇങ്ങനെ തിരിമറി അറിയുന്നുണ്ട്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഇപ്പം പൊതുവെ പറയുന്ന ട്രെൻഡാണ് ഈ കേരളത്തിലുള്ള കുട്ടികൾക്കൊന്നും ഈ കോമ്പറ്റീഷനായിട്ടുള്ള എക്സാമുകളൊന്നും ഓൾ ഇന്ത്യ റാങ്ക് മുന്നിൽ വരുന്നില്ല. ഇപ്പം ഓൾ ഇന്ത്യ റാങ്ക് 100-ന് താഴെ എടുത്ത് നോക്കി കേരളത്തിൽ നിന്നുള്ള ഒരു 5-6 റിപ്പോർട്ട് 3-4 ഇപ്പം നീറ്റിന് എടുത്ത് ഈ 2026 റിസൾട്ട് ഒന്നില്ലേ, 100 ഓൾ ഇന്ത്യ റാങ്കിന് കീഴിൽ 2 കുട്ടികളെ വന്നിട്ടുള്ളൂ. 2 കുട്ടികൾ. ബാക്കിയെല്ലാം നോർത്തിൽ നിന്നൊക്കെ. അപ്പം നിങ്ങൾ ആലോചിക്കണം. അപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ കേരളത്തിലെ പിള്ളേർ പഠിക്കാത്തതുകൊണ്ടാണ്? അല്ല, 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും പോയിട്ട് 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും എൻട്രൻസ് ട്രെയിനിങ് ഉൾപ്പെടെ കൊടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. ബട്ട് അവർക്ക് നല്ല ഓൾ ഇന്ത്യ റാങ്ക് കിട്ടുന്നുണ്ടെങ്കിലും 100, 110 ഓക്കെ നല്ല റാങ്കാണ്. ബട്ട് അവർക്ക് അതൊക്കെ മാത്രമാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ എക്സാമ്പിളെന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടല്ല നടത്തുന്നത്. ഒരുപാട് എക്സാമ്പിളുണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടല്ല നടത്തുന്നത്. അപ്പം അതിനു വേണ്ടി ആണ് പ്രതിഷേധിക്കുന്നത്. പക്ഷേ എനിക്ക് ഇപ്പം ഇവിടുത്തെ കുറേ സംഘടന, ഇപ്പോൾ UDF ആ പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടിയെ പേരെടുത്ത് പറയാനെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടെ അവിടെ പോയി പ്രതിഷേധിക്കുക, ഡൽഹിയിൽ പോയി. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരെന്ന് വെച്ചാൽ ഇപ്പം ഉദാഹരണം പറയാം, രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒക്കെ ഒരു അവതാരിക, ഫേമസ് ആണ്.
പുള്ളിക്കാരി ഡൽഹിയിൽ പോയി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് CJPക്ക്. അപ്പോൾ ഈ CJPക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പേ ഒരു കാര്യമുണ്ട്, നമ്മൾ ആദ്യം നമ്മളെ വീട് നന്നാക്കണം. വീട് നന്നാക്കിയിട്ടാണ് നമ്മൾ പഞ്ചായത്ത് നന്നാക്കേണ്ട. അത് നന്നാക്കിയിട്ട് നമ്മൾ നമ്മളെ ബ്ലോക്ക് നന്നാക്കണം, പിന്നെ ജില്ല നന്നാക്കണം, അങ്ങനെ പിന്നെ നമ്മളെ സംസ്ഥാനം നന്നാക്കണം, അങ്ങനെയാണ് ആക്കേണ്ട. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ നിന്ന് UDFലെ കുറച്ച് ആൾക്കാർ പോകുന്നു, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് സിനിമാക്കാരെല്ലാം സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ PSCയിലെ റാങ്ക് ഹോൾഡേഴ്സിന് ഫസ്റ്റ് ഈ 5, 10, 15 റാങ്ക് മേടിച്ചവരല്ല, ഒന്നാം റാങ്ക് മേടിച്ച് ആൾക്കാർക്ക് പോലും ഇവിടെ ഇപ്പോൾ ജോലി നിയമനം കൊടുക്കുന്നില്ല. അങ്ങനെ അവർ ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ മുട്ടെഴിഞ്ഞും മുടി വെട്ടിയും പിന്നെന്തുവാ മണ്ണ് വാരി തിന്നൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഡൽഹിയിൽ പോയി അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം നമ്മളെ കേരളത്തിലെ ഒരുപാട് പേരുണ്ട് എന്ന് വെച്ചാൽ പാവപ്പെട്ട ഒരുപാട് പേര്, ഈ പാർട്ടികളൊന്നും പെടാത്ത പാവപ്പെട്ട എന്ന് വെച്ചാൽ PSCക്ക് വേണ്ടി സ്വന്തം സമയം മാറ്റിവെച്ച ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇങ്ങനെ പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ അവർക്കും കൂടെ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് നന്നാക്കി അതിൽ തീരുമാനം എടുത്തിട്ട് വേണം ഡൽഹിയിൽ പോയി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രതിഷേധിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ നമ്മളെ തൊട്ടടുത്ത കാര്യമൊന്നും കാണാതെ അങ്ങ് ഡൽഹിയിൽ പോയി അങ്ങ് പ്രതിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പം എന്തായാലും ഞാനും ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഇപ്പം വിഷമമുള്ള കാര്യമാണ്. ഇപ്പം നീറ്റ് ഞാൻ പറയുന്ന കാര്യമാണ്, ഒരു എക്സാം അല്ല നിങ്ങളുടെ ജീവിതം, ഒരു എക്സാം അല്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഇപ്പം ഈ ഒന്നാമത്തെ നീറ്റ് ക്യാൻസലാക്കിയല്ല 2026. അപ്പോൾ ഒരു 20-21 പേരും മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം അവരുടെ കുടുംബത്തിനാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ CJP പാർട്ടിയുടെ എന്തോ അതെനിക്കിഷ്ടപ്പെട്ടു. കാരണം അവർ 3 ഇതാണ് പറയുന്നത്. ഒന്നാ ഇന്ത്യൻ സെൻട്രലിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം. രണ്ടാമത്തേന്ന് വെച്ചാൽ എനിക്കൊന്ന് ഈ കോമ്പൻസേഷൻ കൊടുക്കണം, ഈ മരണപ്പെട്ടവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. പിന്നെ അവിടുത്തെ ഈ പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പ്രൊട്ടസ്റ്റിലെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അവരെയൊക്കെ പുറത്തിറക്കണം. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിലോട്ട് പറ്റുന്നൊരു എമൗണ്ട് കൊടുക്കണമെന്ന്. ഇപ്പോൾ 1 കോടിയോ 2 കോടിയോ കൊടുത്തിട്ടും അവരെ നഷ്ടത്തിന് ഒരു തീരുമാനമല്ല. ബട്ട് അതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കല്ല, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞു, ഈ മന്ത്രി രാജിവെച്ചിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും ഇതാവുമ്പോൾ എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആവണം നമ്മളെ സിസ്റ്റം അല്ലെങ്കിൽ പ്രോസസ്സ്. അതിലൂടെ മാത്രമേ നമുക്കൊരു ഇത് കിട്ടത്തുള്ളൂ. അതിപ്പം ഇവിടുത്തെ PSC ആണെങ്കിലും ശരി, അവിടെ ഓൾ ഇന്ത്യ ലെവലിലെ നീറ്റ് നടത്തുന്ന NTA ആണെങ്കിലും ശരി, ട്രാൻസ്പെറൻ്റ് ആവണം മാക്സിമം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത്. അല്ലെങ്കിൽ യൂത്ത് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളാൽ കഴിയുന്നത്, ഇപ്പം നിങ്ങൾ വിചാരിക്കും നമുക്ക് എന്തെങ്കിലും നമുക്കൊന്നും, ഇതെല്ലാം നമ്മളെയും ഒരു സമയത്ത് അഫക്റ്റ് ചെയ്യും. അത് ഉറപ്പാണ്, എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ അഫക്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങളല്ലെങ്കിൽ നിങ്ങളെ മക്കളോ നിങ്ങളെ ബന്ധത്തിലുള്ള ആരെങ്കിലും ഇത് അഫക്റ്റ് ചെയ്യും, ഉറപ്പാണ്. കാരണം സെൻട്രൽ ഗവൺമെൻറ് പറയുന്നതെന്ന് വെച്ചാൽ ഈ UPSC ഒക്കെ നടത്തുന്ന അവരാണല്ലോ. അപ്പം അതൊക്കെ ഒരു കാലത്ത് നിങ്ങളുടെ മക്കൾ എഴുതും. അപ്പോൾ അന്ന് നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇതിലൂടെ ഇപ്പം നിങ്ങളാർക്കോ ആയിരിക്കത്തില്ല, ബട്ട് ഒരു നാൾ നമുക്കും ഇത് അഫക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് പ്രതിഷേധിക്കുക. പിന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ എല്ലാവരും ഇവിടെ കണ്ണടച്ചിട്ട് അവിടെ കണ്ണുറക്കാതെ, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം K2 ഇയർ ബാക്കിൻ്റെ പ്രോബ്ലം ഉണ്ട്. കാരണം അവർക്ക് ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ അവർക്ക് S5 രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ട്രോമയിൽ ഒരുപാട് യൂത്ത്, അതും 10-30 ആൾക്കാരല്ല, ഒരു 500+ സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോഴും ആ ട്രോമയിൽ നിൽക്കുന്നവർ. അതിനൊന്നും ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് എടുത്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ പ്രതിഷേധിക്കുക, ഓൾ ഇന്ത്യ ലെവലിൽ പ്രതിഷേധിക്കണം. എന്തായാലും ഇവിടെ നിന്നും കൂടെ നിങ്ങൾ ഡൽഹിയിൽ പോയി തുറന്ന കണ്ണ് ഇവിടെയും കൂടെ ഒന്ന് തുറക്കണം. നമ്മളെ കുട്ടികളുടെ ജീവിതമാണ്. താങ്ക് യു.